ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അരുണാചൽ പ്രദേശിലുണ്ടായിരുന്ന സമയത്തൊക്കെ അതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് പലപ്പോഴും ലഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആദിവാസികളുടെ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്ക് അവരുടെ ഭക്ഷണം വേറെയാണ്. ആഫ്രിക്കയിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതിനകത്തൊന്നും നമുക്ക് പറയാനത് പിന്നെ അതെന്തുവാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. കഴിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തോ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ വിഷമിച്ച് പോവുകയുള്ളൂ. എന്തിൻ്റെയൊക്കെ ഇറച്ചിയാണ് തിന്നിട്ടുള്ളതെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ വയ്യാതാ എനിക്കതേ അറിയത്തില്ല. ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോർച്ചുഗീസേ അറിയത്തുള്ളൂ. അവൻ ഇതെന്തോ വന്നു ഞാൻ ഒരു ബേർഡിൻ്റെ ഇറച്ചി തിന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇത് എന്ത് ബേർഡാണെന്ന് നീ പറ. അവരതൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്നും ഇപ്പോഴും എനിക്കറിയത്തില്ല ഞാൻ എന്തിൻ്റെയാണ് കഴിച്ചതെന്നുള്ളത്. കഴിക്കുന്ന സാധനം നമ്മൾ ടേസ്റ്റ് ചെയ്യാണ്ടങ്ങ് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം കഴിക്കുന്നത് ടേസ്റ്റ് ചെയ്യാണ്ട് കഴിക്കുന്നതാണ് സംതൃപ്തി എന്ന് പറയുന്നത്, അല്ലേ? അല്ലാതെ ടേസ്റ്റി ആയിട്ടുള്ളത് കഴിച്ച് വിഷമിക്കുന്നതല്ല. സി എവറിഥിങ് ഇറ്റ് ഈസ് ഗാഡ് മെയ്ഡ്, എവറിഥിങ് ഗാഡ് ക്രിയേറ്റഡ്. അതുകൊണ്ട് ടേസ്റ്റ് ബഡ്സ് ഉള്ളതുകൊണ്ട് രുചിയായിട്ട് ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ടേസ്റ്റ് ബഡ്സ് മാത്രമേ ഉള്ളെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവനുണ്ടല്ലോ അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഏശാവും യാക്കോബിൻ്റെയും ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. യാക്കോബ് ഒരു ചുവന്ന പായസം ഉണ്ടാക്കുന്നത് കഴിക്കുന്നത്, ചുവന്ന പായസം. അപ്പോൾ ഈ ഫുഡ് കളറൊക്കെ അവൻ അന്നേ കണ്ടുപിടിച്ച പാർട്ടിയാണ്. കാര്യം വരുമ്പോഴേ ഇത് കാണുമ്പോഴേ എന്താണ് ആ ടേസ്റ്റൊക്കെ വരത്തക്ക രീതിയിൽ, അല്ലേ? ഫുഡ് കാണുമ്പോഴും ഉണ്ടല്ലോ അതിൻ്റേതായിട്ടുള്ള, അല്ലേ? ഡെക്കറേഷനൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കല തന്നെയാണ്, അല്ലേ? വളരെ ഡെക്കറേറ്റീവായിട്ട് ഫുഡൊക്കെ വെക്കുക എന്ന് പറയുന്നത്. ഇവനിതെല്ലാം നല്ല രസമായിട്ട് ഉണ്ടാക്കി ചേട്ടനെ കണ്ടു. ചേട്ടൻ വന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു, എടാ അനിയ നീ ആ പായസത്തെ ഒഴിച്ചിട്ട് എനിക്ക് അനിയ എന്നാ പറഞ്ഞു, തരാമല്ലോ, ഒരു പ്രശ്നമില്ല. പക്ഷേ എന്നെ ചേട്ടാന്ന് വിളിക്കണം. ആ ബർത്ത് റൈറ്റ് നീ ഇങ്ങ് എഴുതി തരണം എന്നാണ് പറയുന്നത്. നീ എനിക്ക് വിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എടുത്തോ എന്ന് പറഞ്ഞാൽ പോരാ, എന്ത് ചെയ്യണം? എഴുതി തരണം, അല്ലേ? നമ്മുടെയൊക്കെ പ്രശ്നം അതാണ്. പിന്നെ ഇത് ഉപയോഗിക്കാൻ നമ്മുടെ മനസ്സിലെല്ലാം അത് കിടക്കും. ഞാൻ ഒരു സഹോദരൻ ഒരു ആത്മീയ താല്പര്യമൊക്കെ ഉണ്ടായി സഭയിൽ ഇച്ചിരി അതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 വഴക്കൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പോൾ ഈ ഒരു ആത്മീയം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ബ്രദറെ ഞാൻ അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ദൈവാത്മാവിനോട് സംസാരിച്ചു അതൊന്നും അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു. അതുകൊണ്ട് അത് ബ്രദറിനെ ഹർട്ട് ചെയ്തെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മറ്റേ പുള്ളി എന്നാ പറയുന്നറിയാം, അത് ശരി ബ്രദറെ, ഇപ്പം മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞതായ ശരിയെന്നുള്ളത്. ഒരു കാര്യം ചെയ്യുക, അന്ന് പറഞ്ഞ് തെറ്റായിപ്പോയി എന്ന് ബ്രദർ ഒന്ന് എഴുതിത്താ. കണ്ടോ? നമുക്ക് എന്ത് വേണം? എഴുതി തരണം. റിട്ടേൺ ഇതായിട്ട് വേണം. ഇതൊക്കെ നമ്മളുടെ ഒരു വലിയ പ്രോബ്ലമാണ്. യാക്കോബ് എന്ത് ചെയ്തു? യാക്കോബ് അവനെ കൊണ്ട് ഇത് ബർത്ത് റൈറ്റ് എഴുതി വാങ്ങിപ്പിച്ചു. പറഞ്ഞാൽ ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. എന്താണ് ബർത്ത് റൈറ്റ്? ചേട്ടാന്ന് വിളിക്കുന്നത് മാത്രമൊന്നുമല്ല. ശരിക്കും അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമാണ്. ആദാമിനെ ദൈവം അനുഗ്രഹിച്ചു. ആദാം ദൈവത്തിൻ്റെ മകന് കൊടുക്കുന്ന ഇൻഹെറിറ്റൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് റൈറ്റ് എന്ന് പറയുന്നത്. അതായത് മകനോട് ആദാമിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഏദൻ തോട്ടത്തിൽ ആദാമിനോട് പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കി, ഇനിയിപ്പോൾ നീ ഇതിനെ, അതായത് എൻ്റെ അധികാരം നീ ഉപയോഗിച്ചു, ഇനിയിപ്പോൾ മൃഗങ്ങളുടെ മേലും പർവ്വജാതികളുടെ മേലും സകല മത്സ്യങ്ങളുടെ മേലും നീ ആയിരിക്കും എനിക്ക് പകരം റൂൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ദൈവത്തിന് പകരം നിൽക്കാനുള്ള അവകാശമാണ് വാസ്തവത്തിൽ ബർത്ത് റൈറ്റ്. ആ ദൈവം ആദാമിനെ അനുഗ്രഹിച്ചു, നോഹയെ അനുഗ്രഹിച്ചു, അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ആ ബർത്ത് റൈറ്റ് ഇങ്ങോട്ട് പോവുകയാണ്. എന്തിനാണ്? ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം. അതിനുശേഷം അത് ഇസ്ഹാക്കിൻ്റെ കയ്യിലായി. ഇസ്ഹാക്കിൻ്റെ കയ്യിൽ നിന്ന് ഏശാവിനാണ് കിട്ടേണ്ടത്, അല്ലേ? ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യാക്കോബിനേക്കാളൊക്കെ എത്രയോ നല്ല മനുഷ്യനാണ് ഏശാവ്. എന്നിട്ടും ദൈവം എന്താണ് ആ വഞ്ചകനായ യാക്കോബിനെ സ്നേഹിക്കാതെ, ഇഷ്ടപ്പെടാതെ, അവന് അവസരം കൊടുക്കാതെ യാക്കോബിന് ഇങ്ങനെ അവസരം കൊടുത്തത്? മറ്റൊന്നും കൊണ്ടല്ല. അവിടെ എഴുതിയിരിക്കുന്നത്, ഇവൻ ചോദിക്കുന്ന ചോദ്യം എന്നറിയാം, ജ്യേഷ്ഠാവകാശം എന്നാ കാര്യത്തിന്? ജീവിച്ചിട്ട് മതിയല്ലോ. ഇപ്പം ഇത് കുടിച്ചില്ല ഞാൻ എന്താ ചെയ്യാൻ പോവാം? ചാകാൻ പോവല്ലേ? ഇപ്പോൾ ഞാൻ ചാകുമല്ലോ, പിന്നെ എനിക്ക് ജ്യേഷ്ഠാവകാശം കൊണ്ട് എന്താ പ്രയോജനം? ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശത്തെ അവൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഒരു ഊണിന് അവൻ എന്ത് ചെയ്തു? അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു, അത് വിറ്റ് കളഞ്ഞു. പിശാചിൻ്റെ വലിയൊരു കള്ളത്തിലാണെന്നറിയാമോ? ഇത് കിട്ടിയില്ലെങ്കിൽ നീ ചാകുമെന്ന് പറയുന്നതാണ്. ഞാനൊരു കാര്യം പറയാം, യേശാവിൻ്റെ വെറും തെറ്റാ കാര്യം. എണീറ്റ് ഒന്ന് അനിയ എനിക്ക് ഇച്ചിരി പായസം താണാന്ന് പറയത്തക്ക രീതിയിലുള്ള ശക്തി അവനിൽ ബാക്കിയുണ്ടെങ്കിൽ അത് കുടിച്ചില്ലെങ്കിലും അവൻ ചാകത്തൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? അന്നേരം പായസം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഏശാവ് ചത്തു പോകുമായിരുന്നു. ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ തോന്നി ഞാൻ ചത്തു പോകുന്നു, ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തു പോകും. ഇതാണ് വാസ്തവത്തിൽ പാഷൻ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പിശാച് കൊണ്ടുതരുന്ന പാഷൻസ് ഇതാണ്. ഈ വീട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും, ഈ സോപ്പിട്ട് കുളിച്ചില്ലെങ്കിൽ നീ എന്തിനാണ് നടക്കുന്നതെന്നൊക്കെയാണ് പരസ്യത്തിൽ കാണുന്ന പരസ്യം. അതാണ് എന്തിനാ പിന്നെ ജീവിക്കുന്നത്? ഈ ബ്രഷിട്ട് പല്ല് തേച്ചില്ലെങ്കിൽ നിൻ്റെ അടുത്ത് ആൾക്കാർ വരത്തില്ല, ഈ സോപ്പിട്ട് കുളിച്ചിട്ട് ശരിയാകത്തില്ല, ഈ വീട്ടിൽ താമസിച്ചിട്ട് ശരിയാകത്തില്ല, നിനക്ക് ഇന്നടത്തൊരു ഫ്ലാറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താവാ? ഹൂ യു ആർ, പിന്നെന്തിനാ ജീവിക്കുന്നത്? ഇതെല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളാണ്.
നമ്മുടെ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അത് മനസ്സിലാക്കണം. പിശാച് നമ്മൾ പറയുന്ന വലിയൊരു കള്ളത്തരമുണ്ട്. ഞാൻ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് കിട്ടുന്നതിൻ്റെ നേരെ ഇരട്ടി ശമ്പളം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. എല്ലാവരുടെയും ചിന്ത അതാണ്. എങ്ങനെയാണ് ബ്രദറെ ജീവിക്കുന്നത്? ഈ ശമ്പളം കൊണ്ട് വല്ലതും ജീവിക്കാൻ പോവുക പറ്റുമോ? ഇതിൻ്റെ ഇരട്ടി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. സത്യം, ഇതിൻ്റെ പകുതിയേ ഉള്ളെങ്കിലും നിങ്ങൾ ചത്തുപോകത്തൊന്നുമില്ല. നമ്മുടെ ചിന്തയാണ് കാര്യം. പിശാച് നമ്മുടെ മനസ്സിൽ തന്നിരിക്കുന്ന ഒരു വലിയ ചിന്തയാണ്. ഇതവൻ്റെ ഒരു വലിയൊരു ടെക്നിക്കാണ്, വലിയൊരു ടെക്നിക്കാണ്. അതുകൊണ്ട് എന്താണ്, പീപ്പിൾ ആർ ആഫ്റ്റർ ദ പാഷൻസ് ഓഫ് ബർത്ത്. യേശാവിനെ ദൈവം വിലമതിക്കാതിരുന്നതിൻ്റെ കാരണം ഇതേ ഉള്ളൂ. ഇവനെ വിശ്വസിച്ച് ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം അവനെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അവനൊരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവനാണ്, ഇല്ലേ? അവനെ വിശ്വസിച്ച് അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. അല്ലാതെ ദൈവത്തിൻ്റെ എന്തെങ്കിലും വേറൊരു പ്രത്യേകമായ നിലയിൽ ഉള്ളൊരു കാര്യം കൊണ്ടല്ല. പലപ്പോഴും നമ്മളെല്ലാം നേരിടുന്നൊരു ചോദ്യമാണ്, ആൾക്കാരെല്ലാം ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ്, ഇല്ലേ? നിങ്ങൾക്ക് ചോദിച്ചിടാനുമായിരിക്കും പലപ്പോഴും, എന്തുകൊണ്ടാണ് യാക്കോബിനെ ദൈവം കൂടുതൽ സ്നേഹിച്ചത്? ഇത്രയേ ഉള്ളൂ കാര്യം, മറ്റൊന്നുമില്ല. അവന് എത്ര വഞ്ചകനായിരുന്നെന്ന് പറഞ്ഞാലും ഒരു കാര്യം അവനുണ്ടായിരുന്നു, ദൈവത്തെ പ്രതികരിക്കാനുള്ള അവകാശം ഞാൻ വേറൊരാൾക്കും വിട്ടുകൊടുക്കുന്നത്. അവനൊരു വലിയൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കും. ആത്മീയത സീരിയസ് ആയിട്ട് എടുക്കുന്നവനെ മാത്രമേ ദൈവം വിശ്വസിച്ചൊരു കാര്യം പരമേൽപ്പിക്കത്തുള്ളൂ. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, നമുക്കിതൊരു സീരിയസ് ഇഷ്യൂ അല്ല, നമുക്കെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വാസ്തവത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ കാണുന്നത് അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, പാഷൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ വല്ലാത്ത ഒരു സ്റ്റേജിലാണ് നമ്മൾ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത് പ്രൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അഹങ്കാരമുണ്ടല്ലോ, പലപ്പോഴും നമ്മളുടെ ഈ അഹങ്കാരത്തെ, ആത്മീയരായ ആളുകളുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ ദൈവം പലപ്പോഴും നമുക്ക് ബലഹീനതകളെ തന്നിരിക്കുകയാണെന്നാണ് പൗലോസ് പറയുന്നത്, ഇല്ലേ? പൗലോസ് പറയുന്നത്, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. കാര്യം, എൻ്റെ പ്രൈഡിനെ പ്രസാദിപ്പിക്കാൻ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തേക്കും? എൻ്റെ ജീവിതം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രൈഡിനെ നശിപ്പിക്കാൻ ദൈവം പലപ്പോഴും നമ്മുടെ പ്രൈഡിനെ നശിപ്പിക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ കർത്താവിന് ശരിക്കും പറഞ്ഞാൽ സ്തോത്രം ചെയ്യണം. സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന് പറയുന്ന ദൈവദാസ് 19th സെഞ്ചുറി ജീവിച്ചിരുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് 20th സെഞ്ചുറിയില്ല, 19th and 20th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു രോഗി പോലും സൗഖ്യമാകാതിരുന്നിട്ടില്ല. സ്മിത്ത് വിഗിൽസ്വർത്ത് പ്രാർത്ഥിച്ച ഒരു രോഗി പോലും സൗഖ്യമാകാതിരുന്നിട്ടില്ല. നാച്ചുറലി എന്തുണ്ടാകും? അഹങ്കാരം ഉണ്ടാകും എന്നുള്ളൊരു സംശയം വരുന്നുണ്ടോ? പക്ഷേ ഇങ്ങനൊരു തീരാരോഗിയായിരുന്നു. സ്മിത്ത് വിഗിൽസ്വർത്ത് വാസ് കോൺസ്റ്റന്റ്ലി അഫക്റ്റഡ് വിത്ത് പൈൽസ് ആൻഡ് ഹി വാസ് ടോട്ടലി ഷാറ്റേർഡ്. വളരെ തകർന്ന ശാരീരിക അവസ്ഥയുള്ള ഒരു മനുഷ്യനായിരുന്നു സ്മിത്ത് വിഗിൽസ്വർത്ത്. ഇദ്ദേഹത്തിനൊരു മകളുണ്ടായിരുന്നു, ഷി വാസ് ഡെഫ്. ലോകത്തിലുള്ള അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു പക്ഷേ 100 കണക്കിന് ഡെഫ് ആൻഡ് ഡംബായിട്ടുള്ള ആളുകൾ സംസാരിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞത്, 1000 വട്ടം ഞാൻ അവളുടെ മുഖത്ത് നോക്കി അവൾ വ്യാപരിക്കുന്ന ഊമയും ബധിരയുമായ ആത്മാവിനെ ഞാൻ ശാസിച്ച് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, എവറി ടൈം ഗാഡ് വാസ് റിമൈൻഡിങ് മീ ദാറ്റ് ഐ ആം ജസ്റ്റ് സ്മിത്ത് വിഗിൽസ്വർത്ത്. ഓരോ പ്രാവശ്യവും ദൈവം എന്നെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു, നീ വെറും സ്മിത്ത് വിഗിൽസ്വർത്താണ്, അതിനപ്പുറം കാര്യമല്ല. ഓക്കെ, അദ്ദേഹം പ്രാർത്ഥിച്ച് 1000 കണക്കിന് ആളുകൾ സൗഖ്യമായിട്ടുണ്ട്, പക്ഷെ സ്വന്തം മകൾ സൗഖ്യമായിട്ടില്ല. അദ്ദേഹം പ്രാർത്ഥിച്ച് 10,000 കണക്കിന് ആളുകൾക്ക് സൗഖ്യം ഉണ്ടായി കാണും, പക്ഷേ സ്വന്തം രോഗം അദ്ദേഹത്തിന് മാറ്റാൻ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് മാറിയിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം മനുഷ്യനെ സ്നേഹിച്ചതുകൊണ്ട് അവൻ്റെ പ്രൈഡിനെ വളർത്താൻ കർത്താവ് അനുവദിച്ചില്ല. അവനെങ്കിലും ഒന്ന് ചെല്ലണമല്ലോ. പൗലോസ് പറയുന്ന അതാണ്, എല്ലാം കഴിഞ്ഞിട്ട് ഞാനെങ്കിലും അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ എന്തൊരു കഷ്ടമാകും. അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്. പൗലോസിൻ്റെ ശരീരത്തിലെ ശുദ്ധത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഞാൻ ആലോചിക്കാറുണ്ട്, പൗലോസ് ചെറിയ ചില്ലറ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന ആളൊന്നും അല്ല. ഒരു ചെറിയ കാര്യത്തിനൊക്കെ പൗലോസ് പ്രാർത്ഥിക്കുന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മൾ തന്നെയാണെങ്കിൽ ഇപ്പം ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളങ്ങ് സഹിച്ചേന്. പക്ഷേ പൗലോസ് എന്തുകൊണ്ടാണ്, പൗലോസിൻ്റെ കഷ്ടതകളൊക്കെ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ പൗലോസ് പിന്നെ എന്തുകൊണ്ടാണ് കർത്താവെ 3 വട്ടം തുടർച്ചയായിട്ട് ഈ ശൂലം മാറിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചത്? മിക്കവാറും അത് തൻ്റെ ശുശ്രൂഷയെ ബാധിക്കുന്ന ഒരു ഘടകമായിരിക്കണം എന്നാണ് എൻ്റെ ചിന്ത. ചിലപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാറുണ്ട്, പൗലോസ് ഹി വാസ് ആക്ച്വലി ബ്ലൈൻഡ് എന്ന് പറയുന്നവരുണ്ട്. പിന്നെ അദ്ദേഹം എപ്പിലെപ്റ്റിക് ആയിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അദ്ദേഹം എപ്പിലെപ്റ്റിക് ആയിരുന്നു എന്നിരിക്കട്ടെ, ഞാൻ ഇവിടെ ഒന്ന് ഉപദേശമൊന്നും പറഞ്ഞല്ല, പോൾ എപ്പിലെപ്റ്റിക് ആയിരുന്നു എന്ന് സാജി പറഞ്ഞെന്ന് ആരും പറഞ്ഞേക്കരുത്. അങ്ങനെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എപ്പിലെപ്സി ഉള്ളൊരു ഒരു പ്രശ്നമുണ്ട്, ചുഴലിദിനം എന്താണെന്ന് പറഞ്ഞാൽ വെള്ളം കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് താഴെ വീഴുന്ന ഒരു സ്റ്റേജുണ്ട്. ഞാനോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് ഭയങ്കരമായിട്ട് തൊണ്ടയ്ക്ക് പ്രയാസമായതുകൊണ്ട് ഡോൺ ബ്രദർ ഒരു ഗ്ലാസ് വെള്ളം വലിയ സ്നേഹത്തിൽ കൊണ്ടുതന്നാന്ന് വെച്ചു. ഇത് നോക്കുകയും ഞാൻ പെട്ടെന്ന് എപ്പിലെപ്റ്റിക്കാണെങ്കിൽ എടുത്തിരിച്ച് താഴെ വീഴുന്ന വയ്ക്കുക, എൻ്റെ ബൈബിൾ ക്ലാസ്സും തീർന്നു, നിങ്ങളുടെ പറഞ്ഞതും തീർന്നു, എല്ലാം തീർന്നു. ഞാൻ സ്വാഭാവികമായി പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ
ഈ ബലഹീനതയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ശൂലത്തിൽ നിന്ന് ഈ ശൂലം അങ്ങ് എടുത്തായിരുന്നെങ്കിൽ എത്രയോ കൂടുതൽ ആളുകളോട് എനിക്കിത് വചനം പ്രസംഗിക്കാറുണ്ട്. എത്രയോ കൂടുതൽ ആളുകളെ കാര്യം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് നിന്റെ ജഡത്തിൽ ആ ശൂലം ഇരുന്നോട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജഡത്തിൻ്റെ ഇച്ഛകളോടും താല്പര്യങ്ങളോടും ഒരു വലിയ പോരാട്ടം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. കാര്യം ജഡത്തെ പ്രസാദിപ്പിക്കുന്നതിന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ജഡത്തെ പ്രസാദിപ്പിക്കുന്നവൻ ഏറ്റവും ആത്യന്തികമായി അവനുണ്ടാകുന്നത് നഷ്ടമാണ്. അവൻ നശിച്ചു പോകുന്ന ഒരു സ്റ്റേജാണ് കാണുന്നത്. ജഡത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിയ പഴയ നിയമത്തിലെ ശക്തനായ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ശക്തനായ ഒരു ന്യായാധിപതിയായിരുന്നു സാംസൺ. ശിംശോന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോഴും അതിൻ്റെ 13-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ മഹനദാനിൽ വെച്ച ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. അതിനുശേഷം 14-ാം അധ്യായം നമ്മൾ അതിൻ്റെ 6-ാം വാക്യം വായിച്ചപ്പോൾ അവൻ കയ്യിലൊന്നും ഇല്ലാതിരിക്കെ ഒരു സിംഹത്തെ അവൻ ആട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കീറി. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു കയ്യിലൊന്നും ഇല്ലാതിരിക്കെ. അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ 19 എന്താ എഴുതിയിരിക്കുന്നത്? 14-19. ഓക്കെ, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊല്ലുന്ന ഒരു അവസ്ഥ. ഇനി അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നോക്കുക. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, അവനൊരു അത്ഭുതമായ പ്രവൃത്തി ചെയ്യുകയാണ്, ദൈവം അവനിലെ ഇടപെടുകയാണ്. എന്നാൽ 16-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്ന വാക്യം എന്താണെന്ന് അറിയാമോ? അനന്തരം ശിംശോൻ ഗസയിൽ ചെന്നു, അവിടെ ഒരു വേശ്യയെ കണ്ടു. നോക്കുക, എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്ന അവിടെ തൊട്ടാണ്. അവൻ ജഡത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് തുടങ്ങി. നേരത്തെ തുടങ്ങിയതാ, പക്ഷേ ഇപ്പോൾ അതിൻ്റെ അന്തിമമായ സ്റ്റേജിലേക്ക് വരികയാണ്. അവിടെ തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെയും ഇവൻ ഈ പറഞ്ഞതുപോലുള്ള അത്ഭുതമൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നു തുടങ്ങി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിൽ കതകും കട്ടളക്കാൽ 2 ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്ത് ചുമരിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. ഇന്നലെ ചെയ്തതിനേക്കാൾ വലിയ കാര്യം ചെയ്യുന്നത് എന്തുവാ? പട്ടണത്തിൻ്റെ വാതിൽ വലിച്ച് പറിച്ച് അതും എടുത്തുകൊണ്ട് മലമുകളിൽ പോയി. പക്ഷേ ഒരു വാക്യം അവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു എന്നുള്ളത് എഴുതിയിട്ടില്ല. അതതിന് മുമ്പേ ഉള്ളൂ. അനന്തരം ശിംശോൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ടു എന്ന് പറഞ്ഞതോടുകൂടെ തീർന്നു. അതിനുശേഷം ശക്തി പ്രകടിപ്പിക്കുന്ന പല ഭാഗങ്ങൾ ദലീലയുടെ മടിയിൽ കിടന്ന് അതേ അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും അതിൻ്റെ 11-ാം വാക്യത്തിലും അതിൻ്റെ 13-ാം വാക്യത്തിലും അതിൻ്റെ 17-ാം വാക്യത്തിലും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? 13-ാം വാക്യം അവിടെ എല്ലാം അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരിടത്തും എന്ത് എഴുതിയിട്ടില്ല? യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നൊന്നും എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ദൈവം അവനെ കൈവിട്ട് കളഞ്ഞോ എന്ന് ചോദിച്ചേക്കാം. പൂർണ്ണമായി അവനെ ഉപേക്ഷിച്ച് നോക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഈ ശക്തി കാണിക്കാൻ അവന് പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് സംശയമുള്ളൊരു കാര്യമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നല്ല ദൈവനിറവിൽ ആത്മനിറവിൽ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചില അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ദൈവദാസന്മാർ കുറച്ച് കഴിയുമ്പോൾ പാപപ്രവൃത്തികളിലെല്ലാം വീഴുന്നതും കാണും. എന്നാൽ അതേസമയം എന്തോ ചെയ്തുകൊണ്ടിരിക്കും? പ്രവചനം, വീര്യപ്രവൃത്തികൾ, പറഞ്ഞാൽ അച്ചട്ട, നമ്മുടെ അങ്ങനെ പറഞ്ഞാൽ അച്ചട്ടാണ് കേട്ടോ, അച്ചട്ട, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ എന്തില്ല? നേരത്തെ ആത്മാവ് ഉണ്ടായിരുന്നു, ഇപ്പം എന്തില്ല? ആത്മാവില്ല. കാര്യം താമസിക്കുന്ന വേറെ സ്ഥലത്താണ്. അത്രയും മാത്രം പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കുക. അവൻ നമുക്കെല്ലാം സംശയമുണ്ട്. എടാ, ഇതെങ്ങനെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നത് നമുക്ക് ഭയങ്കര സംശയമുണ്ട്, ഇല്ലേ? പക്ഷെ ഇവിടെ ശിംശോന്റെ കാര്യത്തിൽ കാണുന്നത് എന്താ? അവൻ ശക്തി കാണിക്കുന്നുമുണ്ട്, പാപം ചെയ്യുന്നുമുണ്ട്. പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ ശക്തിയും കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവം കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് തിരിച്ചെടുക്കാനായിട്ട് അല്പം സമയം എടുക്കും ദൈവം. എന്തുകൊണ്ട്? മറ്റൊന്നും കൊണ്ടല്ല, ഇവൻ മടങ്ങി വരുമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്.